ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കൈ, വെർട്ടീസസ്, എക്സിൻട്രിസിറ്റി ആൻഡ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ ഹൈപ്പർബോള. നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമുല ആയിട്ടില്ല. എലിപ്സ് ആയാലും ഹൈപ്പർബോള ആയാലും റൈറ്റ് സൈഡ് 1 ആയിരിക്കണം. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. എലിപ്സ് ആയാലും ഹൈപ്പർബോള ആയാലും റൈറ്റ് സൈഡ് 1 ആയിരിക്കണം. റൈറ്റ് സൈഡ് 1 ആക്കണമെങ്കിൽ 576 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യണം. 576 ഓരോ ടേമിനെയും 576 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. റൈറ്റ് സൈഡും 576 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അതൊന്ന് റെഡ്യൂസ് ചെയ്താലോ. ഇവിടെ 16/576 വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ലേ? അതൊന്ന് ചെയ്ത് നോക്കിയേ. 36 കിട്ടും. ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. x²/36 മൈനസ് y². 9ഉം 576ഉം വെട്ടിപ്പോവോ? യെസ്, വെട്ടിപ്പോവും. 64 കിട്ടും. റൈറ്റ് സൈഡ് 1 ആണ്. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഹൈപ്പർബോള എഴുതി കഴിഞ്ഞു. ഹൈപ്പർബോള നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ്. ഫസ്റ്റ് ഡിനോമിനേറ്റർ നമ്മൾ a² എന്ന് പറയും. ഫസ്റ്റ് ഡിനോമിനേറ്ററിന് a² എന്ന് പറയും, 36. സെക്കൻഡ് ഡിനോമിനേറ്റർ b² ആണ്, 64. എപ്പോഴും അങ്ങനെയാണ് ഹൈപ്പർബോള. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ a = 6, b = 8 റൂട്ട് എടുത്താൽ. ഇത് വായിച്ചേക്ക്. x²/a² മൈനസ് y²/b² = 1 ആണ്. അത് ഏത് ടൈപ്പ് ഹൈപ്പർബോളയാണ്? ടൈപ്പ് 1 ഹൈപ്പർബോള. x²/a² മൈനസ് y²/b² = 1 ടൈപ്പ് 1 ഹൈപ്പർബോളയാണ്. വെർട്ടീസസും ഫോക്കൈ എല്ലാം എക്സ് ആക്സിസിലാണ്. ക്ലിയർ? വെർട്ടീസസും ഫോക്കൈയും എക്സ് ആക്സിസിലാണ്. അപ്പോൾ വെർട്ടീസസ് ആദ്യം എഴുതാം. നമുക്കറിയാം വെർട്ടീസസ് ആർ അറ്റ് +or-a. +or-a, എന്ന് എഴുതണം. കാരണം എക്സ് ആക്സിസിലാണ് വെർട്ടീസസ്. +or-a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, 6,0. ഫോക്കൈ കാണണമെങ്കിൽ സി കണ്ടുപിടിക്കണം. ഫോക്കൈ കാണണമെങ്കിൽ സി കാണണം. സി കാണാനുള്ള ഫോർമുല √(a² + b²) അല്ലേ? അപ്പോൾ ഇത് √(a² 36ഉം b² 64ഉം ശരിയല്ലേ? a² 36ഉം b² 64ഉം നമുക്കറിയാത്. ശരിയാണല്ലോ. അപ്പോൾ അതിന് ശേഷം വരുന്ന സ്റ്റെപ്പ്. അപ്പോൾ സി = √100 അല്ലേ? ഇത് എല്ലാ സ്റ്റെപ്പും കാണിക്കണില്ല. ദിസ് ഈസ് √100. അതായത് സി = 10 കിട്ടി. അപ്പോൾ ഫോക്കൈ വരുന്നത് എക്സ് ആക്സിസിലാണെന്ന് ഞാൻ പറഞ്ഞു. +or-c,0. അതായത് +or-10,0 ഫോക്കൈ. ഇനി എളുപ്പമാണ് എക്സിൻട്രിസിറ്റി. എക്സിൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ c/a ആണ്. c 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? a 6 ആണെന്ന് അറിയാം. c/a ആണ്. വെട്ടിച്ചെറുതാക്കുമ്പോൾ 5/3 ആണ് എക്സിൻട്രിസിറ്റി. ഇനി നമുക്ക് വേണ്ടത് ലാറ്റസ് റെക്റ്റമാണ്. 2b²/a ആണ് ലാറ്റസ് റെക്റ്റം. ദാറ്റ് ഈസ് 2 × b². b² എന്ന് പറഞ്ഞാൽ 64 അല്ലേ? ഡിവൈഡ് a. a എന്ന് പറഞ്ഞാൽ 6. ഇതെത്ര വരും? 2ഉം 6 വെട്ടിപ്പോയിട്ട് 64/3 വരും. ഇതാണ് ലാറ്റസ് റെക്റ്റം. ഓക്കെ, ക്ലിയർ ആയി.